ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്ന വ്യക്തിയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ജവഹർലാൽ നെഹ്റു 1951-52 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി. 1957-ലും 62-ലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. 1964 മെയ് 27-ന് മരിക്കും വരെയുള്ള 17 വർഷക്കാലം പ്രധാനമന്ത്രി കസേരയിരുന്ന അദ്ദേഹം ഭാരതത്തെ പുനർനിർമ്മിക്കുന്നതിൽ ഫലപ്രദമായ നേതൃത്വം നൽകി. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും സമന്വയിപ്പിച്ച് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകിയ നെഹ്റു 3 പഞ്ചവത്സര പദ്ധതികൾക്ക് അധ്യക്ഷം വഹിച്ചു. ദേശീയത്വവും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവുമാണ് ഇന്ത്യൻ സാമൂഹിക ക്രമത്തിന് നെടുന്തൂണുകളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ അധിഷ്ഠിതമായ ജനാധിപത്യ ഭരണ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പാക്കിയത് നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു. ഭൂരിഭാഗം വരുന്ന പട്ടിണിപ്പാവങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കപ്പെടാത്ത കാലത്തോളം രാജ്യം നേടിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അർത്ഥശൂന്യമായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്ന വ്യക്തികളാണ് ഇന്ദിരാഗാന്ധി, ഡോക്ടർ മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി തുടങ്ങിയവർ.